സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ KGM-CT OP ബഹിഷ്കരിക്കുകയാണ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കുടിശ്ശിക തീർക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് OP ബഹിഷ്കരണം. ജൂനിയർ ഡോക്ടർമാരുടെ സേവനമുള്ളതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ രോഗികളെ ബഹിഷ്കരണം വലിയ രീതിയിൽ ബാധിച്ചില്ല. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇന്ന് KGM-CT OP ബഹിഷ്കരിക്കുകയാണ്. സീനിയർ ഡോക്ടർമാരുടെ സേവനം ഇന്ന് OP-യിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OP-യിൽ എത്തിയവരുടെ കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ വന്ന പലരും ഇന്ന് സീനിയർ ഡോക്ടർമാരുടെ സേവനമില്ല, OP ബഹിഷ്കരിക്കുന്നുണ്ട് എന്നറിയാതെ വന്നതാണ്. പക്ഷേ അത് അത്ര പ്രതിസന്ധിയാവുന്നില്ല. ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ഇവിടെയുണ്ട്. ജൂനിയർ ഡോക്ടർമാർ ഇവിടെ എത്തുന്ന രോഗികളെയൊക്കെ നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. പക്ഷേ അതിലൊരു പ്രതിസന്ധിയാവുന്നത് ഈ സീനിയർ ഡോക്ടർമാരുടെ സേവനം കൂടെ ഇല്ലാതെയാവുമ്പോൾ ജൂനിയർ ഡോക്ടർമാരുടെ ചുരുക്കം എണ്ണം ആളുകൾ മാത്രമാണ് ഡോക്ടർമാരുണ്ടാവുക. അവരെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഇത്രയും രോഗികളെ, വലിയ നീണ്ട വരിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP-യിലൊക്കെ എത്തുമ്പോൾ കാണുന്നത്. അവരെല്ലാം നോക്കി തീർക്കാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതിസന്ധി. കുറെ കാലങ്ങളായിട്ട് ഇവർ ആവശ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കുടിശ്ശിക കൊടുത്തു തീർക്കുക, ഡോക്ടർമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, കൂടുതൽ ഡോക്ടർമാരെ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജിൽ ആശുപത്രികളിൽ നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കുറെ കാലമായിട്ട് സർക്കാരുമായിട്ട് പറയുന്നതാണ്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അത് നടപ്പിലാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. സീനിയർ ഡോക്ടർമാരുടെ സേവനമില്ല, അവർ OP ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ല. എവിടുന്നാ വരുന്നത്? അറിഞ്ഞിട്ടില്ല, അവിടെ അറിഞ്ഞത്. എന്തായാലും OP നടക്കുന്നുണ്ട്. ഈ ശമ്പള പരിഷ്കരണം അടക്കം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകും വരെ പല സമയങ്ങളിലായിട്ട്, പല ദിവസങ്ങളിലായിട്ട് ഈ OP ബഹിഷ്കരിക്കുന്ന നടപടിയുമായിട്ട് KGM-CT മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്.